ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊപ്പം ഒരു പുൽക്കൂട് ഒരുക്കിയാലോ? ഡിസംബർ 24 വരെയുള്ള ദിവസങ്ങളിൽ 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അകന്നൊരുക്കം, അടുത്തൊരുക്കം, ഏറ്റവും അടുത്തൊരുക്കം. ഇന്ന് ഡിസംബർ 6. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പുൽക്കൂട് ഒരുക്കുന്ന ഈ ദിനത്തിൽ ചിന്തിക്കുന്ന വിഷയം മാതാപിതാക്കളുടെ ദാമ്പത്യ ജീവിതത്തിലെ വിശുദ്ധിയാണ്. വിശുദ്ധിയുള്ള ദാമ്പത്യ ജീവിതത്തിൽ നിന്നാണ് വിശുദ്ധരായ പുഷ്പങ്ങളായ കുഞ്ഞുമക്കൾ ഉണ്ടാകുന്നത്. വിശുദ്ധിയുടെ വിളനിലമാണ് കുടുംബം. കുടുംബത്തിൽ നിന്നാണ് വിശുദ്ധരായ മക്കൾ ജനിക്കുന്നതെന്ന് സെക്കൻഡ് വത്തിക്കാനിൽ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധരായ ജീവിതം നയിച്ചിട്ടുള്ള മാതാപിതാക്കളിൽ നിന്ന് വിശുദ്ധരായ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. ഇത് നാം കാണുന്നത് വിശുദ്ധിയിൽ വരുന്ന ഈ ദാമ്പത്യ ജീവിതം ഇവർ തങ്ങൾക്ക് ദാനമായി കിട്ടിയ കുഞ്ഞുങ്ങളെ ദൈവത്തിന് തന്നെ സമർപ്പിക്കുന്നു, ദൈവത്തിനായി കാഴ്ചവെക്കുന്നു. ഇങ്ങനെ ഒരു മാതാപിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ അന്നായും വിശുദ്ധ ജോവാക്കിമും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതാപിതാക്കളായതുകൊണ്ടല്ല അവർ വിശുദ്ധരായത്, മറിച്ച് വിശുദ്ധരായത് തങ്ങൾക്ക് കിട്ടിയ ദൈവം ദാനമായി നൽകിയ വത്സല പുത്രിയെ 3-ാമത്തെ വയസ്സിൽ തന്നെ ദൈവത്തിനെ സമർപ്പിച്ചു, ദൈവത്തിന് വിട്ടുകൊടുത്തു. അതുകൊണ്ട് അവർ വിശുദ്ധമായ ദാമ്പത്യ ജീവിതം നയിച്ചു. ഇതേപോലെയുള്ള ഒരു കുടുംബത്തെ നമുക്ക് കാണാം പരിശുദ്ധ അമ്മയും ഔസേ പിതാവും. അവരും തന്റെ പുത്രനെ ദൈവത്തിന് സമർപ്പിച്ചു. ഈ വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിന് ഒരു ആത്മീയമായൊരു സുഹൃതം സ്വന്തമാക്കാനുണ്ട്. ലൂക്ക 2:42 പറയുന്നുണ്ട്, അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ ദേവാലയത്തിൽ പോയി എന്ന്. പതിവായ ഒരു ആത്മീയ ശൈലി, ആത്മീയമായ സുഹൃതം സ്വന്തമാക്കിയപ്പോഴാണ് വിശുദ്ധമായ ജീവിതം നയിക്കാൻ അവർക്ക് സാധിച്ചത്. അതുകൊണ്ടാണ് പതിവായ ശീലങ്ങൾ നമ്മൾ സ്വന്തമാക്കണം. പതിവായിട്ടുള്ള ശീലങ്ങൾ സ്വന്തമാക്കുന്നത് വഴി നാം പോലും അറിയാതെ നമ്മിൽ നിന്നും ഉന്മൂലനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, മടി, അലസത. അതെ, ഇന്നേ ദിനം ഡിസംബർ 6 നമ്മൾ ഉന്മൂലനം ചെയ്യേണ്ടത് മടിയും അലസതയുമാണ്. ഇതിനെ നാം എടുക്കേണ്ടത് പതിവായിട്ടുള്ള ആത്മീയമായ ശീലങ്ങൾ, ആത്മീയമായ സുഹൃതങ്ങളാണ്. ഇത് നമുക്ക് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ അവളുടെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചത് കേൾക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അവൾ ഇങ്ങനെയാണ് എഴുതി വെക്കുന്നത്: വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിരയായി നിൽക്കുന്ന ഭിക്ഷക്കാർക്ക് ഇട്ടുകൊടുക്കുവാൻ, ദാനധർമ്മം ചെയ്യുവാൻ തുട്ടുകൾ അവളുടെ അപ്പച്ചൻ അവൾക്ക് കൊടുക്കും. ഇത് പതിവായി ചെയ്യുന്ന ഒരു സുഹൃതമായിരുന്നു. ഈ ഒരു പതിവ് അവൾ കണ്ടപ്പോൾ അവളിലും വിശുദ്ധിയുണ്ടായി, വിശുദ്ധമായി ജീവിക്കാൻ പ്രോത്സാഹനം ലഭിച്ചു. അത് എൻ്റെ പ്രിയ മാതാപിതാക്കളെ, വിശുദ്ധമായി ജീവിക്കണമെങ്കിൽ പതിവായുള്ള ഒരു ആത്മീയ സുഹൃതം നമ്മിൽ വേണം. അപ്പോഴാണ് വിശുദ്ധരായ മക്കളെ നമുക്ക് ജന്മം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയും പറഞ്ഞു വെക്കുന്നത്. അതിനാൽ ഇന്നേ ദിനം നാം സ്വന്തമാക്കേണ്ടത് നമ്മിലെ ആത്മീയമായ പതിവുകളാണ്. ഇനി നാം നേടേണ്ടത്, ഇതുമൂലം നാം നേടുന്ന സുഹൃതം ഉത്സാഹവും തീക്ഷ്ണതയുമാണ്. എന്തിനുള്ളത്? വിശുദ്ധരാകുക എന്ന ഉത്സാഹവും തീക്ഷ്ണതയും. അവിടെ നമ്മൾ എത്തിച്ചേരും. അതെ, നമുക്ക് ഒരുമിച്ച് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം, യജ്ഞിക്കാം. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഇന്നേ ദിനം പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധരായി ജീവിക്കാൻ തീക്ഷ്ണതയും ഉത്സാഹവും ഞങ്ങൾക്ക് തരണമേ എന്ന് ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് കുഞ്ഞുമക്കളോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അലസതയും മടിയും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ഉത്സാഹത്തോടും തീക്ഷ്ണതയോടും വ്യാപരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ.